അപ്പൊ അച്ചു നമസ്കാരം. ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞു കാണുമല്ലോ അല്ലേ? പിടിച്ചുകൊണ്ടുപോയപ്പം രേഷ്മയുടെ അച്ഛനൊക്കെ ഇങ്ങനെ ക്യാമറയൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പറയുന്നത് കേട്ടു. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഷിഫിൻ നബിയുടെ ലൈവിലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മുന്നേ. അവർ പോയി ഇറക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് വിട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ സ്ട്രോങ്ങും അത് എത്രത്തോളം ഇതാണ് ഗൗരവമുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പോയി പിടിച്ചു കൊണ്ടുവന്നു ചോദ്യം ചെയ്തു വിട്ടു, അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. എന്തൊക്കെയോ ഒരു കുരിശും പിടിച്ചിങ്ങാണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളിതിൽ ഇറങ്ങിക്കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഏറ്റവും നാണം കെട്ട് പോകുന്നത് നിങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ അവന് മനസ്സിലായി നിങ്ങളെ കുറിച്ചാ പറയുന്നത്. നിങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളത് പറഞ്ഞു ചെയ്തു. നിങ്ങളെ കുറിച്ചാണ് അപകീർത്തികരമായിട്ട്. ഇനി അവൻ പേരെടുത്തിട്ടില്ല, തെളിവടക്കം സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ നിങ്ങൾ ചെയ്യുക? ഉള്ള കാര്യം പറയുന്നതിന് എന്താ കുഴപ്പം? തെളിവടക്കം പറയുമ്പോൾ നിങ്ങൾ എവിടെ പോയിട്ട് കേസ് എടുക്കുക? ഉള്ള കാര്യം പറയുന്നതിന് എന്താ കാട്ടങ്ങള്? പിന്നെ അനീഷ് വ്ലോഗ് കണ്ടവരേക്കുന്ന് പൈസയും വാങ്ങിയിട്ട് നീ കഴിച്ചോ, നക്കിക്കോ. പക്ഷെ അത് കൂടെ നിങ്ങൾ ഇതിനെ വേറെ ആളുടെ മേലേക്ക് ഛർദ്ദിക്കാൻ നിൽക്കുന്നത്. ഉള്ളത് പറയണെങ്കിൽ കുഴപ്പമില്ല, ഉള്ളതാണല്ലോ, ഓക്കെ. ഇതെന്താ എന്റെ ഒരു വീഡിയോ കണ്ട ഉളുപ്പുണ്ട് ചങ്ങായി എനക്ക്. എല്ലാവരും അപ്പുറത്ത് മാറി നിങ്ങളുടെ വട്ടമേശ നമ്മളിനും കൂടി ഈ നമ്മൾ എന്ത് ചെയ്യും കേട്ടോ? ചെറുക്കിനെ ഇറങ്ങിക്ക കേട്ടോ, എണ്ണാക്ക് അടിച്ചിരിഞ്ഞു കേട്ടോ. നോക്കിയിരുന്നോ അച്ചോ, നോക്കിയിരുന്നോളൂ കേട്ടോ. അവനൊക്കെ ഏതോ പേരിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഒരു കഥ മൈൻഡ് ചെയ്യാതെ നിന്നാ മതിയായിരുന്നു. ഇനിയിപ്പം അവന്റെ ഒക്കെ ഇനി എന്തൊക്കെയാ ഉള്ളത് അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടും. നല്ല കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഷെഫീൻ നബിയുടെ കാര്യം കേട്ടോ, നിങ്ങൾ സൂപ്പറാട്ടോ. നിങ്ങൾ ഇത്രയും ഭയങ്കരമായിങ്ങാണ്ട് എന്താ പറയാ, ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഈ ആ ഡ്രസ്സിന്റെ കാര്യത്തിൽ, മഞ്ജുപിള്ള വിഷയത്തിൽ ഇത്രയും ക്രൂരമായിട്ട് വിമർശനം നേരിട്ടൊരു വ്യക്തി വേറെ ഇല്ല. എന്നിട്ട് നിങ്ങൾ പോയി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനിപ്പം ഇല്ല, ഇപ്പം എനിക്കതൊന്നും തല്ലെടുത്ത് വെക്കാൻ വയ്യ എന്ന് തീരുമാനിക്കായിരുന്നു. പക്ഷെ നിങ്ങൾ പോയി. നിങ്ങൾ സൂപ്പറാട്ടോ. നിങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ നിലപാടുകൾ അത് വേറെ ലെവലാണ്. നിങ്ങൾ ആരെയും പേടിക്കാതെ, ബാക്കിയുള്ളവരിപ്പം ഒരു ഫോണിന്റെ മുന്നിൽ ഒരാണും പെണ്ണും നിങ്ങൾ സംസാരിക്കുന്നത് ആരാന്ന് പോലും പേര് എനിക്കറിയില്ല. എന്താണ് അവര് ആർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് നോക്കിയാൽ അവരാരാന്ന് മനസ്സിലാവും. ഒരിക്കൽ ഞാൻ നിങ്ങളുടെ കമന്റിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഇരട്ടപ്പേറ്റ് വിളിക്കുന്ന ആളുകൾ പറയുന്നത് അതൊരു വലിയ കാര്യങ്ങളാണ്, തെറികളാണ്. എനിക്ക് ഇത് കാണുന്ന ആളോട് പറയാനുള്ളത്, എല്ലാവർക്കും ഉണ്ടാകും പാസ്റ്റ്. എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ടാകും. എനിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാകും, എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ടാകും. ഒരു പാസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകും, നല്ലത് ചീത്തയും ഉണ്ടാകും. അപ്പൊ അതെടുത്ത് കൊണ്ടുവന്നിങ്ങാണ്ട് ഇപ്പം ഉള്ള ഒരാളുടെ മുന്നിൽ വന്നിങ്ങാണ്ട് പറഞ്ഞിട്ട് അയാൾക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, അയാൾ നേരെ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ, അയാളുടെ നിലപാടിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന് ആ പാസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന് തടായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമാണ്. മനസ്സിലായില്ല? അവർ പണ്ടെങ്ങനെയോ ആയിക്കോട്ടെ, ഇപ്പം എങ്ങനെ എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക. അത് ആവർത്തിക്കുമ്പോഴാണ് അവരെന്താണ് അവർക്കൊരു മാറ്റമില്ല എന്ന് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ വേറെ ലെവല. നിങ്ങൾ പോയില്ല എന്നില്ല, ഇപ്പം ചിലപ്പോൾ അവന് എത്ര ദിവസം കിടക്കും, കുറേ ഒന്നും കിടക്കൂല. പക്ഷെ അത് നിങ്ങളൊരു മാതൃകയാണ് ചില സമയത്തൊക്കെ, ചില കാര്യങ്ങൾക്ക് ഇങ്ങനത്തെ ഇത് എന്തൊക്കെയാണെങ്കിലും. എന്തായാലും ചിരിച്ചു കളിച്ച ആൾക്കാർക്കൊക്കെ എന്താ പറയാ, ഒരടിയാണ്, മുഖത്തേറ്റ അടി തന്നെയാണത്. കാരണം എന്ന് വെച്ചാൽ അവർ വിചാരിച്ചു കാണും കുറച്ച് കിടക്കും, കുറച്ച് ദിവസം കിടക്കും, ഇത്രയേ ഉള്ളൂ. ഇനി അവൻ പറഞ്ഞോളൂ, സന്ദീപേ പറഞ്ഞോണം. നിനക്കൊരു പരിമിതി ഉണ്ടാവും ചിലപ്പോൾ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിമിതിക്കുള്ളിൽ പറഞ്ഞോണം, മിണ്ടാണ്ടിരിക്കരുത്. കാരണം അത് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാമെന്നെങ്കിൽ നിനക്കെത്താ. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ കൊണ്ട് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ കേട്ടോ, ശരി. ഞാൻ ആ വീഡിയോ ഒന്ന് കുറച്ച് ഭാഗം ഇട്ടാ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്.
മാത്രം മതിയെന്ന് തോന്നുന്നു അല്ലേ സന്ദീപ്? അപ്പോ സന്ദീപ് റിലീസായിട്ടുണ്ട്, ജാമ്യം കിട്ടിയിട്ടുണ്ട്. ബാക്കി സന്ദീപിന്റെ ചാനലിൽ കൂടെ സന്ദീപ് പറയുന്നതായിരിക്കും. അപ്പൊ ബ്രോ ചെല്ലു ബ്രോ, പോയി ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാട്ടോ. അല്ല സാറില്ല, നമ്മളിപ്പം എന്താണ്ട് അവിടെ CJP ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അവര് നടത്തുന്നത് പ്രൊട്ടസ്റ്റ് തന്നെയാണ്. അപ്പൊ അവര് പറയുന്നതിൽ കുഴപ്പമില്ല, നമ്മൾ പറയുന്നതിൽ മാത്രം കുഴപ്പം. നമ്മൾ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന ആ ടൈം അതിന് കർശനമായിട്ടും നടപടി ഉണ്ടാവണം. ഈ ഒരു വിഷയത്തിൽ ഞാൻ സന്ദീപിന്റെ ഒപ്പം തന്നെയാണ്. ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും വളരെ ആശ്വാസമുണ്ട്, പുള്ളി ഇറങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. അതെ, വണ്ടി റൂമിന് അങ്ങോട്ട് എടുക്കുവോ? എന്താ വെച്ചാ 12 മണി വരെ ഇല്ല അവനെ ഇപ്പൊ ഞങ്ങൾ വിട്ടു പോയി കഴിഞ്ഞു. നമ്മളൊരു ഇൻഫോർമേഷൻ കൊടുത്തല്ലോ. ഫ്രഷ് ആവുകയും ചെയ്യാം. ശരി പോയിക്കോ. ഇന്നലെ മുതലേ